കഴിഞ്ഞ ഒരു വർഷം പാമ്പ് കടിയേറ്റ് കേരളത്തിൽ മരിച്ചവരുടെ എണ്ണം 18. പക്ഷേ ഈ വർഷം അത്രയൊന്നുമല്ല, വളരെ കൂടുതൽ പേർ മരിച്ചിരിക്കുന്നു. ഇനിയും എത്ര പേർ മരിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതേ സമയത്ത് ഇവിടെ ഒരു വളരെ രസകരമായ ഒരു കഥ ഇന്ന് മനോരമ മെട്രോ പറയുന്നുണ്ട്. പാമ്പു നോട്ടം. അതായത് പാമ്പുകളോടുള്ള ആ ഒരു സ്നേഹാദരവ്, അല്ലെങ്കിൽ പാമ്പുകളും നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ സഹോദരങ്ങളാണ് എന്ന രീതിയിൽ അത് അതിനേക്കാളും ഉയർന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടു, പരമശിവൻ്റെ ആഭരണമായിട്ടിരിക്കുന്നത് ഒരു സർപ്പമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും പാമ്പുകൾക്ക് ഒരു ഉന്നത ശീർഷ സ്ഥാനം, അഥവാ പാമ്പുകൾ ഉന്നത ശീർഷരാണ് എന്ന് നാം സമ്മതിക്കേണ്ടി വരും. എന്താണെങ്കിലും എലിപ്പനി വന്ന് 362 പേർ മരിച്ചപ്പോൾ പാമ്പുകടിയേറ്റ് 18 പേരെ കഴിഞ്ഞ വർഷം മരിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആർട്ടിക്കിൾ തുടങ്ങുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, പലരെയും ദേഷ്യം പിടിപ്പിക്കുന്ന, അതേ സമയത്ത് പലരെയും ചിന്തിപ്പിക്കുന്ന ഒരു അനുഭവ കഥയാണ്. പാമ്പ്, അതായത് എനിക്കറിയാം, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവജാലങ്ങളും പരസ്പര പൂരകങ്ങളാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാം പരസ്പരം സഹായിച്ച് ജീവിക്കേണ്ടവയാണ്, കൊടുത്തും കൊണ്ടും ജീവിക്കേണ്ടവയാണ്. പക്ഷേ പലപ്പോഴും പല ജീവികളെയും നമുക്ക് ശത്രുക്കളായി കാണുകയും ചിലപ്പോൾ അവയ്ക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെയാണല്ലോ കാട്ടാനകളെ നാം ആക്രമിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ മറ്റു കാട്ടുജീവികളെ ആക്രമിക്കേണ്ടി വരുന്നത്. അതിനൊക്കെ നിയമത്തിൻ്റെ പ്രാബല്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് അവയോട് ശത്രുതയുണ്ടോ ഇല്ലയോ എന്നതും അല്ല അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഏത് സാഹചര്യത്തിൽ അങ്ങനെ ഒന്ന് സംഭവിക്കുന്നു? ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ പ്രകൃതിയിലെ പല ജീവികളും പരസ്പരം ശത്രുക്കളെ പോലെ പെരുമാറേണ്ടി വന്നേക്കാം എന്ന് ബോധ്യപ്പെടുന്ന പല സാഹചര്യങ്ങളിൽ നാം എത്തിപ്പെടും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു മൂർഖൻ പാമ്പിനോട് ചെയ്ത ക്രൂരതയാണ് പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് എൻ്റെ ഇളയ മകൻ, അവന് 2 വയസ്സ് ആകാൻ പോകുന്നേ ഉള്ളൂ. അതായത് പിച്ച വെച്ച് നടക്കുന്നു, സാമാന്യം തരക്കേടില്ലാതെ നടക്കും. എങ്കിലും വർത്തമാനമൊന്നും ശരിയായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടില്ല. ഇത് 1983 നടന്ന സംഗതിയാണ് കേട്ടോ, സംഭവമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും കുഞ്ഞും കൂടി മുറ്റത്ത് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് ഒരവധി ദിവസം ഞാൻ മുറ്റത്ത് നിൽക്കുന്നു. മുറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് പണിതിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ മുറ്റത്ത് മണൽ മാത്രം വിരിച്ചിരിക്കുകയാണ്. നടപ്പാത പോലെ നടക്കാൻ വേണ്ടി 2 ടൈല് വീതം വെച്ച് ഒരു ഗേറ്റിൽ നിന്ന് വീടിൻ്റെ സ്റ്റെപ്പിലേക്ക് ഒരു പാത പോലെ ഇട്ടിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും മണൽ നിറച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആ മണലിൽ ഞാനും കുഞ്ഞും കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് അടുക്കളയിൽ ഒന്ന് കയറി പോകേണ്ട ഒരാവശ്യം വന്നു. ഗേറ്റ് അടച്ചിരിക്കുകയാണ്, ഹസ്ബൻഡ് സ്ഥലത്തില്ല, ഞാനും കുഞ്ഞും മാത്രമേ അപ്പോഴേ ഉള്ളൂ. കുഞ്ഞിൻ്റെ ചേട്ടനെ നഴ്സറിയിലാക്കാൻ പോയിരിക്കുകയാണ് ഹസ്ബൻഡ്. അപ്പം ഞാനും കുഞ്ഞും കൂടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അടുക്കളയിൽ ഒന്ന് ജസ്റ്റ് കയറി പോകേണ്ട ആവശ്യം വന്ന് ഞാൻ അടുക്കളയിൽ കയറി പോകുന്നു. തിരിച്ച് കുഞ്ഞ് എന്തോ ശബ്ദമൊക്കെ കേട്ട് ഞാൻ ചക്കര എന്താ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി വരുമ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. അതായത് കുഞ്ഞ് നിൽക്കുകയാണ്, അവൻ്റെ അപ്പുറത്ത് ഒരു കൈ അകലത്തിൽ ഒരു മൂർഖൻ പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നു. അതായത് അവൻ്റെ തലയേക്കാൾ പൊങ്ങി ആ മൂർഖൻ പാമ്പിൻ്റെ പണം എനിക്ക് കാണാം. എൻ്റെ കർത്താവേ എന്ന് വിളിച്ച് അലറിക്കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ വാരിയെടുത്ത് വാതിൽ തുറന്ന് അകത്ത് കയറി. ആ പാമ്പ്
2 അടി പിന്നോട്ട് മാറി അതുപോലെ പണം വിടർത്തി തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോഴും 2 അടി മുൻപോട്ടാണ് വന്നിരുന്നത് എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയണ്ട. ഏതായാലും കുഞ്ഞിനെയും കൊണ്ട് അകത്ത് കയറിക്കഴിഞ്ഞിട്ടും എൻ്റെ ദേഹം എല്ലാം വിറയ്ക്കുകയായിരുന്നു. ഞാൻ നോക്കി എൻ്റെ കുഞ്ഞിനെ എവിടെയെങ്കിലും പാമ്പ് കൊത്തിയിട്ടുണ്ടോ എന്നറിയാൻ. അപ്പം അവന് കൊത്തൊന്നും ഏറ്റിട്ടില്ല. പുള്ളി വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അന്തം വിട്ട് അതിശയിച്ച് അവൻ ഏറ്റവും നല്ലൊരു സുഹൃത്തിനെ കണ്ടതുപോലെ കൈകൊണ്ടിങ്ങനെ പാമ്പിൻ്റെ അടുത്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ട് നിൽക്കുന്ന അതായത് തോണ്ടാൻ ചെല്ലുന്നത് പോലെ അടുത്തടുത്ത് ചെല്ലുന്ന ഒരവസ്ഥയിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇത് കണ്ടതോടുകൂടി കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ചിന്തകൾ പല വഴിക്ക് പോയി. ഇനിയും എൻ്റെ മകൻ, അതായത് എൻ്റെ മോനെ നോക്കുന്ന ഒരു പ്രായമായ ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി അന്നേരം അവരുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അവരുടെ വീട് കൊട്ടാരക്കരയാണ്. അപ്പോൾ അന്ന് അവർ വീട്ടിലില്ല. ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരുമായിട്ട് കുഞ്ഞിരിക്കും. ഞാനപ്പോൾ കോളേജിൽ പോകും. ഞാൻ കോളേജ് അധ്യാപികയാണ്. കോളേജിൽ പോകും. അപ്പോൾ ഇവർ തന്നെയാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കേണ്ടത്. ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു പക്ഷേ ഈ പാമ്പ് കയറി വന്നാലോ എന്നൊക്കെയുള്ള ഒരു ഭയം എന്നെ മൂടി. അങ്ങനെ മൂടി. അത് മാത്രവുമല്ല, മൂത്ത മോന് നഴ്സറിയിൽ നിന്ന് വരും. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയുള്ള ഈ 2 മക്കളും ഈ മുറ്റത്ത് കളിച്ച് നടക്കേണ്ടവരാണ്. അപ്പോൾ ഇനിയും ഈ പാമ്പ് വന്നാലോ എന്ന ഒരു ഭയമൊക്കെ എന്നെ ആകെ വിഷമസന്ധിയിലാക്കി. അപ്പം ഞാൻ എന്ത് ചെയ്തു? പണ്ടൊക്കെ നമുക്കെല്ലാ കുടുംബങ്ങളിലും കാണും നല്ല ചൂരൽ വടി. ആളെയോ എന്തിനേയും അടിച്ചു വീഴ്ത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു 2 മാറ് നീളമുള്ള ചൂരൽ വടി. ആ ചൂരൽ വടി ഞങ്ങൾ ഒരു സ്ഥലത്ത് ഭദ്രമായിട്ട് ചാരി വെച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും എടുക്കത്തക്ക രീതിയിൽ, രാത്രിയിൽ ആരെങ്കിലും അതിക്രമിച്ച് കിടന്നാലും ഒക്കെ എടുക്കത്തക്ക രീതിയിൽ. ആ ചൂരൽ വടി എടുത്തുകൊണ്ട് വന്ന് ഞാൻ നോക്കി മുറ്റത്ത്, കണ്ണാടി വാതിലിലൂടെ നോക്കിയപ്പോൾ പാമ്പ് അപ്പോഴും മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചൂരൽ വടി എടുത്തുകൊണ്ട് വന്നു. ധൈര്യം സംഭരിച്ച് ഒരടി കൊടുത്തു. ആഞ്ഞൊരടി കൊടുത്തത് പാമ്പിൻ്റെ ദേഹത്ത് കൊണ്ടു. പക്ഷേ അതിൻ്റെ പത്തിക്ക് താഴെയായിട്ട് കഴുത്തിൻ്റെ ഭാഗത്തൊന്നും അല്ല കൊണ്ടത് കുറച്ചും കൂടി വ്യത്യസ്തമായി, കുറച്ചും കൂടി താഴെ എവിടെയാണ് കൊണ്ടത്. അങ്ങനെ കൊണ്ടതോടെ പാമ്പ് അങ്ങ് പതുക്കെ ഇഴഞ്ഞു നീങ്ങി ആ ചുറ്റുമതിലിൻ്റെ ഒരു ദ്വാരമുണ്ടായിരുന്നു. ആ ദ്വാരത്തിനകത്തേക്ക് ഈ പാമ്പ് കയറിപ്പോയി. അപ്പോൾ എനിക്ക് വീണ്ടും ഭയമായി. ഈ ചുറ്റുമതിലിൻ്റെ അപ്പുറത്തേക്ക് ഈ ദ്വാരത്തിന് അപ്പുറത്തേക്ക് പിന്നെ തുറന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയപ്പോൾ ഇല്ല. അപ്പോൾ ഈ പാമ്പ് അതിനകത്ത് തന്നെ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പായി. പിന്നെ എന്നെ ഭരിച്ച ചിന്ത, ഈ പാമ്പ് ഇതിനു മുൻപും ഒരുപക്ഷെ ഇനിയും ഇപ്പോൾ ഇങ്ങനെ ഒരു ദ്വാരമുണ്ട് എന്ന് കണ്ടുപിടിച്ചല്ലോ, വന്ന് ഇരുന്നേക്കാം, ഇനിയും ഇവിടെയൊക്കെ ചുറ്റി നടന്നേക്കാം. ആദ്യം കാണുകയാണ് എങ്കിൽ പോലും ഇനിയും ഇത് സംഭവിച്ചേക്കാം എന്ന് കരുതി ഞാൻ എന്തു ചെയ്തു എന്നല്ലേ, കുറച്ച് തെങ്ങോല വാരിക്കൊണ്ടുവന്നു പുറകിൽ ചെന്ന്. എന്നിട്ട് ആ ഓലയെല്ലാം കൂടി ആ പാമ്പ് കയറിപ്പോയ മടയുടെ മുൻവശത്ത് ഇട്ട് കത്തിച്ചു. അത് നന്നായിട്ട് ആളി കത്തിയതോടുകൂടി കുറച്ചേറെ ഓല കൊണ്ടുവന്നിട്ട് കത്തിച്ചു. ഈ മൂർഖൻ പാമ്പ് പുറത്തോട്ട്, അതായത് ഇങ്ങനെ ഇറങ്ങിയതിൻ്റെ അതിൻ്റെ ജഡം കത്തി പുറത്തേക്ക് വന്നു. അങ്ങനെ പുറത്തേക്ക് വന്ന് അതെടുത്ത് ഞാൻ താഴെ, അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ താഴെ റോഡിൻ്റെ താഴെ പിന്നെ കാട് പിടിച്ച കുറച്ച് സ്ഥലമുണ്ട്. കാരണം ആരോ അമേരിക്കക്കാർ മേടിച്ചിട്ടിരിക്കുന്ന വസ്തുവാണ്. അതിപ്പോഴും 40 വർഷങ്ങൾക്ക് ശേഷവും ആ വസ്തു അതുപോലെ കിടക്കുകയാണ്. പിന്നെ ഒന്നും ചെയ്യാതെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ കാട്ടിലേക്ക് തന്നെ ആ പാമ്പിനെ സാവകാശം ഞാൻ കൊണ്ടുവന്ന് എറിഞ്ഞിട്ടു. അപ്പോൾ അങ്ങനെ എറിഞ്ഞിട്ട്, അപ്പോൾ എന്നെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? എൻ്റെ കുഞ്ഞും എൻ്റെ മക്കൾ ഇവിടെ കളിക്കാനുള്ളതാണ്. ഈ പാമ്പ് ഒരു പക്ഷേ ഒരിക്കൽ കയറി വന്ന രീതിയിൽ വീണ്ടും കയറി വന്നേക്കാം, അവർക്കത് അപകടമുണ്ടാക്കും എന്ന ധാരണ കൊണ്ട് തന്നെയാണ്. എന്നിട്ട് ആ പാമ്പിനെ ഒന്ന് കുഴിച്ചിടുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഞാൻ ആ കാട്ടിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടത്? എന്നെ അതിന് പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം ഇതായിരുന്നു. ഈ പാമ്പിൻ്റെ ജഡം ഇതിൻ്റെ കൂട്ടാളികൾ കാണും. ഇതിന് കൂട്ടാളികൾ കാണുമ്പോൾ ഇവിടെ എന്താ പറയുക, അവർക്ക് കളിച്ച് മേഞ്ഞ് നടക്കാവുന്ന ഒരു ചുറ്റുപാടല്ല, അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ചുറ്റുപാടാണ് എന്നുള്ള ആ കഥ അവരുടെ
ഒപ്പത്തിലുള്ള മറ്റ് പാമ്പുകൾക്ക് മനസ്സിലാകും. അങ്ങനെ ഇങ്ങോട്ടുള്ള വരവ് കുറയും. ആ ഒരു 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 ചിന്തയോട് കൂടിയാണ് ഞാൻ അങ്ങനെ ആ പാമ്പിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഒരു കമ്പിൽ തോണ്ടി കൊണ്ടുപോയി വലിച്ചെറിയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പ്രാക്ടിക്കൽ വിസ്ഡം ഒരുപക്ഷെ ശരിയായിരുന്നു എന്ന് പറയുന്നതാണ്. ഈ കഴിഞ്ഞ 40 വർഷമായിട്ട് ഇതുവരെ ഒരു പാമ്പിനെ പോലും ഞാൻ പിന്നെ കണ്ടിട്ടില്ല. എൻ്റെ പറമ്പിലോ പുറത്തോ കണ്ടിട്ടില്ല. പക്ഷേ ഈ വർഷത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. എല്ലായിടത്തും പാമ്പുകൾ, അതായത് അത്യുഷ്ണം മൂലം പാമ്പുകൾ ഇങ്ങനെ പുറത്ത് ചാടുകയാണ്. അങ്ങനെ എൻ്റെ കാർ പോർച്ചിൽ ഞാനൊരു പാമ്പിനെ കണ്ടു. അതിന് തല്ലിക്കൊല്ലാനൊന്നും പോയില്ല. അന്ന് കൊന്നതും സന്തോഷത്തോടെയല്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്താണ്, അവരുടെ സുരക്ഷയെ ഓർത്താണ് അന്നും ഞാൻ ആ പാമ്പിനെ തീയിട്ട് കൊന്നത്. അല്ലെങ്കിൽ ഒരു ജീവിയെയും തീയിട്ട് കൊല്ലാനോ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. എന്നെപ്പോലെ ജീവിക്കാൻ അവകാശമുണ്ട്, ചെലന്തിക്ക് പോലും എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് അതിനെപ്പോലും കൊല്ലരുത് എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആ പാമ്പിനെ കൊന്നു. അപ്പോൾ വീണ്ടും ഒരു പാമ്പിനെ കണ്ടു. അപ്പോൾ ഒരു പാമ്പിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നവരോടൊക്കെ അതായത് പാമ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്, വളരെ സൂക്ഷിക്കണം. കുട്ടികൾ റോഡിൽ കളിക്കുന്നവരോട് ഞാൻ പറയും, പുല്ല് കയറി കിടക്കുന്ന സ്ഥലത്തേക്കൊന്നും പോകരുത്, അത്യുഷ്ണൻ കാരണം പാമ്പൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ എൻ്റെ പറമ്പിൽ തന്നെ വീണ്ടും പാമ്പിനെ കാണാനൊരു കാരണമുണ്ട്. ഞാൻ വാഴയ്ക്ക്, തെങ്ങിന്, പ്ലാവിന്, മാവിന് ഇതിനൊക്കെ വേനൽക്കാലത്ത് വെള്ളം ഒഴിക്കും. ഇപ്പോൾ തെങ്ങിനെപ്പറ്റി ഞാൻ കൃഷിയിൽ PhD ചെയ്തിട്ടുള്ളത് എനിക്കറിയാം. തെങ്ങിന് ഈ പറയപ്പെട്ട ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ 16 ലിറ്റർ വെള്ളം വേണം ഒരു തെങ്ങിന്. വളം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, 16 ലിറ്റർ വെള്ളം. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് 16 ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ ഓരോ തെങ്ങിൻ്റെ മൂട്ടിലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒഴിക്കും. അപ്പോൾ തെങ്ങിൻ്റെ മൂടും വാഴയുടെ മൂടും പ്ലാവിൻ്റെ മാവിൻ്റെ ഒക്കെ മൂട് വെള്ളമയമുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് വെള്ളം നോക്കി അല്ലെങ്കിൽ തണുപ്പുള്ള പ്രതലം നോക്കി ഈ പാമ്പുകൾ വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പറമ്പിൽ പാമ്പ് കാണും, പക്ഷെ ഞാനതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇറങ്ങാറുള്ളൂ. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളിപ്പോൾ വീട്ടിലില്ല, അതുകൊണ്ട് അത്ര ഭയത്തിൻ്റെ കാര്യമില്ല. ഇതാണ് എനിക്ക് ആ പാമ്പിനെ പറ്റി പറയാൻ. അപ്പോൾ ഇതിൽ എന്നെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് ഓർക്കുക, നമ്മുടെ പറമ്പിലേക്ക് പാമ്പ് കയറി വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ 2 വയസ്സിൽ താഴെ പ്രായമുള്ളൊരു കുഞ്ഞ്, ആ കുഞ്ഞിനെയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചി, അവരുടെ അടുത്താണ് ഈ പാമ്പ് കാണുന്നത് എങ്കിൽ ഉള്ള അവസ്ഥയല്ല പെറ്റമ്മയായ എൻ്റെ അടുത്ത് വെച്ച് പാമ്പിനെയും കുഞ്ഞിനെയും കൂടെ അടുത്ത് കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ നമ്മൾ ആരുടെ സുരക്ഷയെ പ്രതിയാണ് ഒരു ജീവിയെ ഉപദ്രവിക്കേണ്ടി വരുന്നത്? അതാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനം. അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ ആ ജീവിയെ ഉപദ്രവിച്ചു എന്ന് വെച്ചാൽ അത് ആ ജീവിയുടെ കൂട്ടുകാർക്കും കൂടി കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. അതായത് സൂക്ഷിക്കുക, ഇങ്ങോട്ട് കയറി കളിച്ചാൽ നിങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളൊരു സന്ദേശം. ആ സന്ദേശം കൃത്യമായിട്ട് ഫലിച്ചു എന്നതാണ്. അതായത് 83 പ്രത്യേകതയുണ്ട് കേട്ടോ. 1983 ഭയങ്കര വരൾച്ച വർഷമായിരുന്നു കേരളത്തിൽ. ആ വരൾച്ച വർഷം കഴിഞ്ഞ് അതുപോലെ ഒരു വരൾച്ച വർഷം, വേനൽ മഴ ഇല്ലാത്ത വർഷമാണ് 2026. അപ്പോൾ ആ വർഷം സംഭവിച്ചതുപോലെ ഈ ജീവികൾ പുറത്തിറങ്ങി രക്ഷയില്ലാതെയാണ് ഇപ്പോഴും വെള്ളം അന്വേഷിച്ച് വന്നതെന്ന് ഓർക്കണം. അപ്പോൾ വരൾച്ച വർഷങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ വലിയ വരൾച്ച ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇത്തരം സാധ്യതകൾ, പാമ്പുകൾ മാളം വിട്ട് ഇറങ്ങി വരുന്നതും ഒക്കെ സാധ്യത ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പലപ്പോഴും റിയാക്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ കെയർഫുൾ ആവുക. പാമ്പിനെ കൊല്ലണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വളരെ കെയർഫുൾ ആവുക. ഇപ്പോൾ ഇന്നലെ തന്നെ കണ്ടില്ലേ, കാസർഗോഡോ മറ്റോ ഒരു കുഞ്ഞ് അവൻ്റെ വീടിൻ്റെ മുൻവശത്ത് മുഴുവനും പലക ഇട്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പലക കൂട്ടിയിരുന്ന പാമ്പിന് എന്ത് സുഖമാണെന്നറിയോ? അതുപോലെയാണ് കല്ലൊക്കെ കൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ കഴിവതും നമ്മൾ വീടിൻ്റെ പരിസരങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ തന്നെ വീടും വൃത്തിയായിട്ട് സൂക്ഷിക്കണം, വീടിൻ്റെ പരിസരങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് ഒരു വലിയ പരിധി വരെ നമുക്ക് രക്ഷപ്പെടാനാകും. നമുക്ക് മുതിർന്നവർക്കല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. അനിയൻ നഷ്ടപ്പെട്ട് ചേട്ടനെ മാത്രം തിരിച്ചു കിട്ടിയ ഒരു കുടുംബത്തിൻ്റെ ദുഃഖമൊക്കെ നമുക്കറിയാം.
അപ്പം അതൊക്കെ അനുഭവിക്കുന്നവർക്കാണ് മനസ്സിലാവുക. അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് നാം നീങ്ങി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ വിസ്ഡത്തോടു കൂടി ജീവിതത്തെ കാണണം.